ഹായ് ഗേസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ ലെഗ് പീസ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ആദ്യമേ തന്നെ 3 സവാള ഇതുപോലെ അരിഞ്ഞത് ഇങ്ങനെ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറി കിട്ടുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനൊപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച ചിക്കൻ ലെഗ് പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി മാറ്റിയിട്ട് ഇതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതായത് പാത്രത്തിനടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇത് പാത്രത്തിനടിയിൽ പിടിക്കാതിരിക്കാൻ മൂടി മാറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ടൊന്ന് കൊടുക്കുക. ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് തേങ്ങാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ഞാൻ കടുക് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അതിനായിട്ട് ഞാൻ മല്ലി വീട്ടിൽ തന്നെ വളർത്തിയിട്ടുണ്ട്. നമ്മൾ മല്ലി കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് പാകി കൊടുത്താൽ മതി. അത് അവിടെ കിടന്നൊന്ന് വളർന്നോളും. അങ്ങനെ ഞാൻ കറിയിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ ലെഗ് പീസ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.